മുറിവുകൾ മറന്നോ എന്നാണ് ചോദ്യം. ഇന്നിപ്പോൾ രാവിലെ പി ജയരാജൻ നടത്തിയ പ്രതികരണമാണ് ഈ വിഷയം ഇത്രയും അധികം ചർച്ചയാക്കി മാറാനുള്ള സാഹചര്യം. പക്ഷേ പി ജയരാജനെ പിന്തുണച്ച് മറ്റ് മുതിർന്ന CPM നേതാക്കളാരും വന്നത് നമ്മൾ കണ്ടില്ല. ഈ വിഷയം കൂത്തുപറമ്പ് എന്നും CPM-നും DYFI-ക്കും വൈകാരികമായ വിഷയമാണ്. 1994 നവംബർ 25 വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം 3 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വലിയ DYFI-യുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് സഖാവ് പുഷ്പൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് പി ജയരാജൻ എന്നതാണ് ചോദ്യം. മുറിവുകൾ മറന്നോ എന്ന് വെച്ചാൽ പി ജയരാജൻ മുറിവ് മറക്കാത്തതുകൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അത് ഓർമ്മിപ്പിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ കാര്യങ്ങൾ മുഴുവൻ, ആ സമരത്തിൽ രക്തസാക്ഷികൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവദ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്, അത് പാർട്ടിയല്ല, വിശദീകരിക്കേണ്ട സർക്കാരാണ്. നിതിൻ അഗർവാൾ ആകട്ടെ CPM-കാരെ തല്ലിച്ചതച്ച ആളാണ്. തല്ലിച്ചതച്ചെന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി, ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി അടക്കം മർദ്ദിച്ച കേസിൽ നിതിൻ അഗർവാളിനെതിരെ CPM കേസ് പോയിട്ടുണ്ട്. യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ ഇതെല്ലാ കാര്യവും സർക്കാരിന് ഇട്ടുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഇന്ന് പ്രതികരിക്കുന്നത് അത് കണ്ണൂരിലെ സഖാക്കളുടെ മുറിവുണങ്ങിയിട്ടില്ല എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ മുറിവുകൾ അവർ മറക്കാത്തത് കൊണ്ട് അത് പാർട്ടിയെയും സർക്കാരിനെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം എന്താണ്? MV ഗോവിന്ദൻ ഇത് പറയുന്നു, അതിൽ നടത്തിയ കമ്മീഷൻ്റെ റിപ്പോർട്ട് അതിൽ റവഡയെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അതിനുശേഷം കോടതി തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയാണ്. സാങ്കേതികമായി സർക്കാരിനെ സംബന്ധിച്ച് ഈ തരത്തിൽ UPSC നൽകുന്ന ഒരു പട്ടികയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. മറ്റ് 2 പേരുകൾ അവിടെ വരുന്നു. യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ടും പിന്നെ നിതിൻ അഗർവാളിനെ ഇപ്പോൾ നിതിൻ അഗർവാളും CPM-ന് സ്വീകാര്യനല്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതവിടെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ജേക്കബ് തോമസ് മുമ്പുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണല്ലോ. ജേക്കബ് തോമസ് ഒരു കാലത്തുണ്ടാക്കിയിരുന്ന കോലാഹലം, ഓരോ വിഷയത്തിലും കേസുകൾ പോയി ഓരോരുത്തർക്കെതിരെ കേസെടുക്കുന്ന രീതി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അതിൻ്റെ ആ ഒരു രീതി ഇദ്ദേഹത്തിൽ പാർട്ടി കാണുന്നില്ല, സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വീകാര്യനല്ല. സ്വാഭാവികമായും സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് മുന്നോട്ട് പോകാൻ സർക്കാരുമായി എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുമായി ചേർന്ന് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാത്രമേ പോലീസ് മേധാവിയാക്കുകയുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരാളായിട്ട് റവഡ മാറുകയാണ്. നേരത്തെയും പല ചുമതലകൾ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയടക്കം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടെന്ന് 2 ആഴ്ച മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിലെ സാങ്കേതികത്വം. അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ അതേ വഴിയുള്ളൂ. പക്ഷേ പി ജയരാജൻ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? ഈ കാര്യത്തിൽ വെടിവെപ്പിന് തുനിയണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ്. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകി. ആ ഉത്തരവ് ASP റവഡ നടപ്പാക്കിയാണ് ചെയ്തത്. സംഭവത്തിന് 2 ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ് എന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് പറഞ്ഞത്. അത് 97 ജൂലൈ 4 കൊടുത്ത റിപ്പോർട്ടാണ്. നോക്കൂ, 97 ജൂലൈ 4 ശേഷം റവഡ ചന്ദ്രശേഖർ എന്നോ ഈ പറയുന്ന ഹക്കീം ബത്തരി എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DYSP മാത്രമാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന രൂപത്തിലാണോ CPM പ്രതികരിച്ചിരുന്നത്? CPM പിന്നെയും കൂത്തുപറമ്പ് എത്ര ഘട്ടങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്നതിൽ ഈ റവഡയുടെ പേരും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. 2000-ൽ ഇത് ക്വാഷ് ചെയ്തു കേസ്. അതിനുശേഷം 2012 വരെ സുപ്രീം കോടതി വരെ CPM പോയിട്ടുണ്ട്. 2012-ലാണ് ക്ലീൻ ചിറ്റ് ഇവർക്ക് ലഭിക്കുന്നത്. 2012-ന് ശേഷം ഇത് പറഞ്ഞിട്ടില്ലേ? 2012-ന് ശേഷം കൂത്തുപറമ്പ് ഉന്നയിക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ കൂത്തുപറമ്പ് ആരുടെ വീഴ്ചയാണെന്നേ? ഈ പറയുന്ന ഈ TT ആൻ്റണിയുടെ മാത്രം ഉത്തരവാദിത്തമാണോ? പോലീസ് സ്റ്റേഷനിൽ മാത്രം നിന്ന പത്മകുമാറിൻ്റെ ഉത്തരവാദിത്തമാണോ? അപ്പോൾ അവിടെ അതിന് ഓർഡർ ഇട്ട ഈ പറഞ്ഞ പരിചയക്കുറവുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ MVR-ന്റെ ആത്മകഥയിലും ആ ഭാഗം പറയുന്നുണ്ട്. അവരാണ് അവിടെ കാര്യങ്ങൾ നടപ്പാക്കിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ആ വാചകം എന്ന് പറയുന്നത് ഇതാണ്: അക്രമി സംഘം പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ നിർഭാഗ്യകരമായ സംഭവം ഒഴിവാക്കാമായിരുന്നു. കൂത്തുപറമ്പ് ടൗൺ ഹാൾ പരിസരത്ത് ഇത്രയും വലിയ ഒരു അക്രമി സംഗമം തടിച്ചുകൂടുന്നത് പോലീസിന് തടയാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് വെടിപ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് K. പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ASP റവദ ചന്ദ്രശേഖറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ഇങ്ങനെയാണ് ആത്മകഥയിൽ പറയുന്നത്. പിന്നീട് കാലം എന്തൊക്കെ മാറ്റി, കാലം മാറുന്നു. MV രാഘവൻ്റെ അവസാന കാലത്ത് പാർട്ടിയോട് അടുക്കുന്നു. MV രാഘവൻ്റെ മകൻ നികേഷ് കുമാർ മത്സരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, ഓരോ കാലത്ത് സംഭവിക്കുന്നതാണ്. പക്ഷേ
എല്ലാ കാലത്തും പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടുകയും പുഷ്പൻ എന്ന ജീവിക്കുന്ന രക്തസാക്ഷിയെ കൊണ്ട് നടക്കുകയും ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ തന്നെ രക്തസാക്ഷിയാവുകയും ചെയ്യുന്നു. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമായ പ്രതികരണം നടത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിശദീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത്. പി ജയരാജൻ്റെ ഇന്നത്തെ പ്രതികരണം നോക്കൂ. മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പാർട്ടി കമ്മിറ്റിയിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ RSSുമായി സഹകരിച്ചു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞതിനെ പേരെടുത്ത് വിമർശിച്ചത് പി ജയരാജനാണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആ കാര്യങ്ങൾ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് പറയില്ല. അല്ലാതെ അദ്ദേഹം നിഷേധിക്കുകയല്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്നോ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല, നിങ്ങൾ വെറുതെ കള്ളക്കഥ മെനയുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയില്ല. അപ്പോൾ പുറത്തേക്ക് വന്നത് ശരിയാണ്, ചില കാര്യങ്ങൾ ഇവിടെ ചർച്ചയാകാൻ ഇട്ട് തരികയാണ് പി ജയരാജൻ ചെയ്തിട്ടുള്ളത്. അത് അവിടെ ചെയ്തുകൊണ്ട് പിന്നെ വലതുപക്ഷ മാധ്യമങ്ങളുടെ അജണ്ട എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞതിൽ ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്ന കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം സഖാക്കൾക്ക് തന്നെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ പ്രതികരണങ്ങൾ. ഇതിപ്പോൾ സാങ്കേതികമായി പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഈ പ്രതികരണങ്ങൾ അത് അന്നത്തെ കമ്മീഷൻ തള്ളിക്കളഞ്ഞതാണല്ലോ, കോടതി കുറ്റവിമുക്തനാക്കില്ല. കോടതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. സെൻകുമാറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, DGP സ്ഥാനത്ത് അദ്ദേഹം തിരിച്ചെത്തുന്നു. ഇപ്പോഴും സെൻകുമാറിൻ്റെ കാര്യത്തിൽ CPM നിലപാടുണ്ടല്ലോ, ഇല്ലേ? അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ അത് പറയരുത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം. പല പോലീസ് ഉദ്യോഗസ്ഥരും, രമൺ ശ്രീവാസ്തവയാകട്ടെ, ബെഹ്റയാകട്ടെ, ഇവരൊക്കെ തന്നെയും ഉപദേഷ്ടാവായും പോലീസ് മേധാവിയായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നു. അത് കേരളം ചർച്ച ചെയ്യും. പാർട്ടിയിൽ ഒരു വിഭാഗത്തിലെങ്കിലും മുറിവുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മുറിവുകൾ മറന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായി അത് മറന്നിരിക്കുന്നു. പക്ഷേ എല്ലാ സഹാക്കളും മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. Meet the editors.